എല്ലാവർക്കും സനി തോട്ട്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു സിനിമയ്ക്ക് പോയിട്ട് തന്നെയാണ്. മിറായ് തെലുങ്കു എന്ന് വന്നിരിക്കുന്ന പുതിയ ചിത്രമാണ്. നമ്മുടെ ഹനുമാനിലെ നായകൻ, ഇതിന്റെ പേര് എന്താണ്? തേജ സച്ച അവനാണ് നായകൻ. പിന്നെ മാച്ചു മനോജ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് വില്ലന്റെ നായകനാണ് പ്രധാന റോളിലുള്ളത്. ഇവരെ കൂടാതെ ജഗവതി ബാബു, ജയറാം, മലയാളത്തിന്റെ സ്വന്തം ജയറാം, പിന്നെ ശ്രേയശരൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ ഒരു അഡ്വഞ്ചർ ഫാന്റസി ത്രില്ലറാണ്. ഒരു പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. ഒരു OTTക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അത്യാവശ്യം നല്ല ക്രൗഡുള്ള, നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു തിയേറ്ററിൽ കാണുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ ഈ അടുത്ത് നമുക്കിപ്പോൾ മലയാളത്തിൽ ലോക എന്ന് പറയുന്നൊരു സിനിമ വന്നായിരുന്നു. ലോകമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോക തന്നെയാണ് ബെറ്റർ. പക്ഷെ ഇതും അടിപൊളിയാണ്. സബ്ജക്റ്റ് അടിപൊളിയാണ്. ഒരു ഔട്ട്ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് അശോക മഹാരാജാവ് കലിംഗ യുദ്ധത്തിന് ശേഷം സമാധാനം ആഗ്രഹിച്ച് പോയപ്പോൾ പുള്ളിയുടെ 9 ശക്തികൾ 9 പുസ്തകങ്ങളാക്കി മാറ്റി. ഈ 9 പുസ്തകങ്ങൾ കിട്ടുന്നവർക്ക് ലോകം അടക്കി ഭരിക്കാമെന്നാണ് വിശ്വാസം. അതിനുവേണ്ടി വരുന്ന വില്ലൻ, അതിനെ തടയാൻ വരുന്ന നായകൻ. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ. സിനിമയുടെ പ്രകടനങ്ങളും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം BGM കാര്യങ്ങൾ, VFX, മേക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ പേഴ്സണലി തോന്നിയൊരു കാര്യം, വില്ലൻ്റെ അഭിനയമല്ല കേട്ടോ, പുള്ളിയുടെ ആക്ടിംഗ് ഒക്കെ നന്നായിട്ട്. പുള്ളിയുടെ ലുക്ക് ആ ഒരു ക്യാരക്ടറിന് അത്ര സ്യൂട്ടല്ല എന്ന് പേഴ്സണലി തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കരമായ ഗൂസ്പം കിട്ടുന്ന സീനുകളുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ക തിയേറ്റർ ക്വാളിറ്റി സ്റ്റഫാണ്. അപ്പോൾ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, ഫാന്റസി അഡ്വഞ്ചർ ത്രില്ലർ പടങ്ങളോട് ഇഷ്ടമുള്ള ആർക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന പടമാണ്. തെലുങ്കുവിലൊക്കെ പടം നല്ല ഹിറ്റാണെന്നാണ് കേട്ടത്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ പോയ ഷോയ്ക്കും കൂടി വന്നൊരു 10 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വലിയ വിജയമാവും തോന്നുന്നില്ല. പക്ഷെ ഓവറോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക്, നേരത്തെ അഡ്വഞ്ചർ ത്രില്ലർ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു പടമാണിത്. പിന്നെ ജയറാമേട്ടൻ്റെ കാര്യം പറയുമ്പോൾ, ജയറാമേട്ടൻ എല്ലായിടത്തും പോയിട്ട് അത്യാവശ്യം ഊക്ക് റോളുകൾ മേടിക്കണം എന്നുള്ളൊരു പരാതി ഉണ്ടായി. പക്ഷേ ഇതിൽ നല്ലൊരു റോളാണ് ചെയ്തേക്കണം. അഗസ്ത്യമുനിയുടെ റോളാണ് ചെയ്തേക്കണം. അത് നല്ല നീറ്റായിട്ട്, ഇടയ്ക്ക് ജയറാമേട്ടൻ എവിടെ വന്നിട്ടൊക്കെ ചാടി കയറി വന്നു, എന്നാലും നമുക്കത് വിട്ട് കളയാവുന്നുള്ളൂ. എന്നാലും ഓവറോൾ ജയറാമേട്ടൻ നന്നായിട്ട് ആ റോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം നമുക്കൊരു 10-ൽ 8, 8.5 കൊടുക്കാവുന്ന ഒരു പടമാണ്. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിനോട് അടുത്തുള്ള പോർഷനൊക്കെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓവറോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസ്റ്റ് വാച്ച്, തിയേറ്റർ സിനിമ ലവേഴ്സ് ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെ ഞാൻ ഈ പടത്തിനെ പറയും. അല്ലാത്തവർക്ക് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയില്ല. പക്ഷെ പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക.